ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മനോലോ മാർക്കസ് ഒഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നു കഴിഞ്ഞു. നമുക്കറിയാം, AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ഹോങ്കോങ്ങിനോടാണ് അവസാനമായി ഇന്ത്യ ഒരു ഗോളിന് പരാജയപ്പെട്ടത്. അതിനു മുമ്പത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യ. ഇനി ടേബിൾ ടോപ്പേഴ്സായ സിംഗപ്പൂരിനെതിരെ ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഒരുപക്ഷെ മനോലോ മാർക്കസിന്റെ അവസാന മത്സരമായിരിക്കും അത്. ഇത്തവണത്തെ AFC ഏഷ്യൻ കപ്പിനും ഇന്ത്യക്ക് യോഗ്യത നേടാനുള്ള ഒരു ചാൻസ് ഒന്നും ഇനി കാണുന്നില്ല. 2026 ഫിഫ വേൾഡ് കപ്പിലേക്കൊക്കെ യോഗ്യത നേടാനുള്ള ഇന്ത്യയുടെ സുവർണ അവസരമായിരുന്നു 48 ടീമുകളൊക്കെ പങ്കെടുക്കുന്ന ഇത്തവണത്തെ വേൾഡ് കപ്പിന്. ഇഗോർ സ്റ്റിമാച്ച് എന്ന പരിശീലകനെ പുറത്താക്കി അതിനുശേഷം മനോലോ മാർക്കസിനെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായി പ്രഖ്യാപിച്ചപ്പോൾ ശരിക്കും അദ്ദേഹം അതേസമയം ISL FC ഗോവയുടെ ആ ഒരു ടീമിന്റെ കൂടി പരിശീലകനായിരുന്നു. പക്ഷെ മനോലോ മാർക്കസ് എന്ന പരിശീലകൻ ശരിക്കും ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു എന്നതാണ്. നമുക്കറിയാം, ദീർഘകാലമായി ഇന്ത്യൻ ദേശീയ ടീമിന് ഗോൾ അടിക്കാൻ അല്ലെങ്കിൽ ഒരു മികച്ച സ്ട്രൈക്കറായിട്ട് സുനിൽ ഛേത്രി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം കളിക്കാൻ ഇറങ്ങാത്ത മത്സരങ്ങളിൽ പലപ്പോഴും ഇന്ത്യ ഗോളുകൾ സ്കോർ ചെയ്യുന്നത് വളരെ വിരളമായ രീതിയിലുള്ള കാഴ്ചയായിരുന്നു. അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളമാണ് ഇന്ത്യൻ സ്ട്രൈക്കർമാരുടെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. ISL ഏകദേശം 10-11 വർഷത്തോളം ISL വന്നിട്ടും നമുക്കൊരു മികച്ച സ്ട്രൈക്കർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. മുന്നേറ്റ നിരയിലേക്ക് താരങ്ങൾ എത്താതെ ഗോൾ അടിക്കാതെ എങ്ങനെയാണ് ഒരു മത്സരം വിജയിക്കാൻ കഴിയുക? ശരിക്കും അത് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് ജോർദാനും ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ ടീമുകളൊക്കെ നിലവിൽ യോഗ്യത നേടിയപ്പോൾ ആ കാഴ്ചയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ സ്വന്തം ടീം, ഇന്ത്യൻ ടീം ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ആ ഒരു കാഴ്ച എത്ര കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരും? എന്തായാലും മനോലോ മാർക്കസ് കൂടി ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. പുതിയൊരു പരിശീലകൻ, മികച്ച പരിശീലകൻ എത്തിയിട്ടും കാര്യമില്ല. മികച്ച സ്ട്രൈക്കർമാർ, ക്വാളിറ്റിയുള്ള സ്ട്രൈക്കർമാരില്ലാതെ ഒരു പരിശീലകർ കൊണ്ടും ഈ ഇന്ത്യൻ ടീമിനെ ശരിക്കും മികച്ച രീതിയിലേക്ക് അല്ലെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് പോലുള്ള ഒരു യോഗ്യതയിൽ വിജയിപ്പിച്ച് യോഗ്യത ഉറപ്പിക്കാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ശരിക്കും മനോലോ മാർക്കസ് എന്ന പരിശീലകൻ ചെയ്ത തെറ്റ് ശരിക്കും അത് തന്നെയാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.